നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നോമ്പുതുറയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണി, ഒരു വെജിറ്റേറിയൻ ബിരിയാണി. അപ്പോൾ നമ്മൾ ബിരിയാണികളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് പറയാറുണ്ട് ഹെൽത്തി ആയിട്ട്, അതായത് ഒട്ടും ഓയിലോ നെയ്യോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ബിരിയാണി ഒന്ന് കാണിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് എങ്ങനെയാണ്, ടേസ്റ്റ് ഉണ്ടാവുമോ? ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം തോന്നാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഈ റെസിപ്പി കിട്ടി ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും നല്ലൊരു ഔട്ട്കം ഉണ്ടാവും എന്നുള്ള കാര്യം. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് വിശ്വാസമായി. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ തിരൂർ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ അച്ഛൻ ട്രീറ്റ്മെന്റ് പോയ കാര്യം, അതായത് തിരൂർ ഗാന്ധിയൻ പ്രകൃതി ചികിത്സാലയം, അവരുടെ ഡോക്ടർ PA രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡോക്ടറുടെ ബുക്ക് ഉണ്ട്, റെസിപ്പി ബുക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഇതേപോലെ ഓയിൽ ഫ്രീ റെസിപ്പീസും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസും ആണ്. ആ ബുക്ക് നോക്കിയിട്ട് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്റേതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, പക്ഷെ ബാക്കി ഒരു 99% ആ റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇവരുടെ തന്നെ ഞാനൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള അവിയൽ, അതും ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ ഫ്രീ ആയിട്ടുള്ള വെജിറ്റേറിയൻ ബിരിയാണി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നോ ഓയിൽ വെജിറ്റബിൾ ബിരിയാണി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വെജിറ്റബിൾ പുലാവ്, എന്താണ് നിങ്ങൾക്ക് താല്പര്യം വിളിക്കാൻ, അതുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചോറാണ്. ഇത് ബിരിയാണി റൈസാണ്. അതിപ്പോൾ എങ്ങനെയാണ് ചോറ് റെഡിയാക്കുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ചോറ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അതല്ലെങ്കിൽ ജീരകശാല അരി ഉപയോഗിക്കാം. അപ്പോൾ ബസ്മതി റൈസ് ആദ്യം തന്നെ 2 ഗ്ലാസ് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒരു 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു വലിയ പാത്രം എടുക്കുക, അതിലോട്ട് ഒരു 10 ഗ്ലാസ് വെള്ളം, സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ ഇവിടെ 2.25 ടീസ്പൂൺ ഉപ്പാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും സാധാരണ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നേക്കാൾ ഒരു പടി ഉപ്പ് മുന്നോട്ട് നിൽക്കണം. പിന്നെ അതിലോട്ട് ആവശ്യമുള്ള ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, അത്രയും കൂടി ഇട്ടിട്ട് നന്നായി ആ വെള്ളം തിളപ്പിക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്തു നമ്മുടെ വെള്ളം എനിക്ക് തിളച്ച് കിട്ടാൻ. നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന മസാലകളില്ലേ, അതായത് ഗ്രാമ്പു, ഏലക്ക സംഭവങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ഞാൻ അങ്ങ് കോരി ഒരു അരിപ്പയിൽ കൂടെ അങ്ങ് കോരി എടുത്ത് കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. കാരണം പല റെസ്റ്റോറൻറ്റിലും പോയിട്ട് അല്ലെങ്കിൽ പല വീടുകളിലും പോയി നമ്മൾ ബിരിയാണിയോ പുലാവൊക്കെ കഴിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വായിലോട്ട് വരുന്നത് ഈ ഏലക്കായ അല്ലെങ്കിൽ ഈ പട്ട ഒക്കെയാണ്. അപ്പോൾ അത് വായിൽ നമ്മൾ ഒറ്റ കടി കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബിരിയാണിയോ അല്ലെങ്കിൽ പുലാവോ കഴിക്കാൻ തോന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബിരിയാണി റെഡിയാക്കുമ്പോൾ ഇത് കളയാണ് സാധാരണ ചെയ്യാറുള്ളത്, അല്ലാതെ അതിൽ കീപ്പ് ചെയ്യാറില്ല. അപ്പോൾ എന്നിട്ട് അതെല്ലാം കളഞ്ഞിട്ട് ആ വെള്ളത്തിലോട്ട് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി എടുത്തിട്ട് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ആ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായി കുക്ക് ചെയ്യുക. നന്നായി കുക്ക് ചെയ്യുക ഇൻ ദ സെൻസ് ഒരു 3/4 ഭാഗം കുക്കാവുന്ന വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സമയം 8 മിനിറ്റ് ആണ് കേട്ടോ. പിന്നെ അത് ഓരോ അരി അനുസരിച്ച് മാറ്റങ്ങൾ വരിക, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓവറായിട്ട് ഒരിക്കലും കുക്കാവാൻ പാടില്ല. ഒരു 3/4 ഭാഗം കുക്കാവുന്ന സമയത്താണ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊരു 8 മിനിറ്റ് സമയമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, ഒട്ടും മീഡിയത്തിലല്ല, ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ തീ വെക്കേണ്ടത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇരുന്ന് നല്ലോണം തിളച്ചിട്ട് 8 മിനിറ്റ് ആകുമ്പോഴേക്കും എൻ്റെ അരി ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ തന്നെ ഒരു അരിപ്പയിലോട്ട് അങ്ങ് അരിച്ചു മാറ്റി വെക്കുക. മിഡിൽ പോർഷനിൽ ഒരു കുഴി കുഴിച്ച് വെക്കുക. എല്ലാ വെള്ളമൊക്കെ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ചോറാണിത്. അപ്പോൾ ചോറ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഇതാന്ന് പറഞ്ഞ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമ്മൾ ബിരിയാണി റെഡിയാവും. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിരിക്കുന്ന റൈസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില, അതായത് ഒരു കൈപ്പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയുടെ പകുതി മതി പുതിനയില. ഇത് നന്നായി വാഷ് ചെയ്തിട്ട്, ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ, തണ്ടൊന്നും എടുത്തിട്ടില്ല രണ്ടിൻ്റെ. അപ്പോൾ ഇല മാത്രം നന്നായി വാഷ് ചെയ്തിട്ട് ചെറുതാക്കി അങ്ങ് അരിഞ്ഞു വയ്ക്കുക, പുതിനയിലെ മല്ലിയിലയും. ഓക്കെ, ഇതിലോട്ട് നമുക്ക് ഈ നാളികേരത്തിൻ്റെ സ്റ്റെപ്പ് ഓപ്ഷനിലാണ് കേട്ടോ. പക്ഷേ ആ റെസിപ്പിയിൽ അവർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. ഒരു പിടി, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നാളികേരം ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഈ 4 കൂട്ടം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾ കാണുമ്പോൾ എന്താ സംഭവം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ, പക്ഷേ ഉണ്ടാക്കി നോക്കൂട്ടോ. ഇതേ സംശയം തന്നെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് റെസിപ്പി ചെയ്യുമ്പോഴും. എന്താ പറയുക, ഒരു സംശയ മനോഭാവത്തോട് കൂടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനത് ഉണ്ടാക്കിയത്. പക്ഷേ ഉണ്ടാക്കി അതിൻ്റെ ഔട്ട്കം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ നൈബേഴ്സിനൊക്കെ കൊടുത്തിട്ട് നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ ഒരു 15 അണ്ടിപ്പരിപ്പ് ഓരോന്നിനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൈപ്പിടി കിസ്മിസ്, ഉണക്കമുന്തിരി ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്തു. അതിനുശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് സോയയാണ്. സോയ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഒരു 10 കഷ്ണം സോയ എടുത്തിട്ട് ഇതേപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അതിനുശേഷം 2-3 പ്രാവശ്യം പിഴിഞ്ഞ് കളഞ്ഞ് വീണ്ടും വെള്ളം മാറ്റി അങ്ങനെ നന്നായി പിഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോയയുടെ പീസസ് ആണിത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ സോയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ല കാര്യം. പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറി എന്ന് പറയുന്നത് കുറച്ച്, അതായത് ഒരു ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ആ തൊലിയൊക്കെ കളഞ്ഞ് വളരെ നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മഷ്റൂം, ഒരു 4 മഷ്റൂം, ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് മഷ്റൂം ആണെങ്കിലും ഉപയോഗിക്കാം. അത് ഇതേപോലെ തന്നെ ഈ ഒരു സൈസ് അളവിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 ബീൻസാണ്. ബീൻസും വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കോളിഫ്ലവർ വേണമെങ്കിൽ കോളിഫ്ലവർ ചേർക്കാം. അതുപോലെ തന്നെ ഗ്രീൻ പീസ് വേണമെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ ചേർക്കാം. പക്ഷേ ഞാൻ ഇത്ര വെജിറ്റബിൾസ് ചേർക്കുന്നുള്ളൂ. പിന്നെ വേറെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സവാള, ഒരു ചെറിയ സവാള നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം മതി. പിന്നെ ഒരു വലിയ തക്കാളി, അധികം പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളിയാണ്, അതും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ പടപടാന്ന് നമ്മുടെ പരിപാടികൾ കഴിയും. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. ആ റെസിപ്പി പ്രകാരം തേങ്ങാപ്പാലില്ല, പക്ഷേ ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത്. 1 ഗ്ലാസ് തേങ്ങ, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള തേങ്ങ എടുക്കുക. അതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സിയിൽ അടിക്കുക. പിന്നെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പാലാണിത്. ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. ഇതിൽ നമ്മൾ ഓയിലൊന്നും ഒഴിക്കുന്നില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളില്ലേ, അതായത് കൂണ്, ക്യാരറ്റ്, ബീൻസ്, തക്കാളി, സവാള, പച്ചമുളക്, അതേപോലെ തന്നെ സോയ ചങ്ക്സ്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും. ഇത് ഒരുമിച്ചിട്ട് വേവിക്കണമെന്നൊന്നുമില്ല കേട്ടോ, അണ്ടിപ്പരിപ്പും കിസ്മിസും. ഞാൻ പക്ഷേ ഇതിലിട്ട് വേവിക്കുന്നുണ്ട്, എനിക്ക് അതാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. വേണമെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ ഓയിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാൽ നമുക്കിത് ഒരു 1/4 വെന്ത് വരുമ്പോഴാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞ പോലെ നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് വെള്ളമൊന്നും ചേർക്കേണ്ട ആദ്യം, കാരണം ഇത് പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് അങ്ങ് വേവിക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഒന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, 1/4 ഗ്ലാസ് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 1/4 ഗ്ലാസ്. മിക്സ് ചെയ്യുക. നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. ഇനി ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഇട്ട് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണി. നമുക്കൊരു എന്താ പറയുക, കുറേ നെയ്യും ഓയിലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഗിൽറ്റി ഫീലിംഗ് വരില്ല. അയ്യോ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറേ കഴിച്ചു എന്നുള്ളത്. പക്ഷേ ഇത് കഴിച്ചാൽ നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണിത്. അപ്പോൾ അടച്ചു വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറി 1/4 ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് അടച്ചു വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമ്മുടെ ഈ മസാലയുടെ ടേസ്റ്റ് തന്നെ വേറെ ലെവലിലോട്ട് മാറും. ഞാനിപ്പോൾ ഉപ്പൊന്ന് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. വീണ്ടും ഒരു 5 മിനിറ്റോളം അത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ പാത്രം തുറന്നു. ഇനി ഞാനിപ്പോൾ ഇതിലോട്ട് എന്താ ചേർക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ പുതിന, മല്ലിയില, അതുപോലെ തന്നെ നാളികേരം, പിന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോഴാണ് നമ്മുടെ ഒരു ബിരിയാണിയുടെ ഒരു മണം വരാൻ തുടങ്ങിയിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഈ പുതിനയിലെയും മല്ലിയിലെയും ഗരം മസാലയും വരുമ്പോഴാണ് ആ ഒരു മണം. അപ്പം മല്ലിയിലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ബിരിയാണി മസാല വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഗരം മസാല വേണം തന്നെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗരം മസാല ചേർത്തു എന്ന് മാത്രം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങാനീര് ചേർക്കണം. ചെറിയൊരു പുളിപ്പ് വേണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ എത്ര നാരങ്ങാനീര് വേണം എന്നുള്ള കാര്യം. കാരണം ഓൾറെഡി നമ്മളിതിൽ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് കാരണം. ഇതിൻ്റെ ഉപ്പും ഒക്കെ നമുക്ക് നോക്കാം. അത്യാവശ്യം ചെറിയൊരു പുളിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഉപ്പിൻ്റെ ഇച്ചിരി കൂടെ കുറവുണ്ട്, ഒരു നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ ഉപ്പ് അല്പം കൂടെ ആവാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്. ഞാൻ പറഞ്ഞ പോലെ പുളി നോക്കിയിട്ട് വേണം അതിൻ്റെ അളവ് തീരുമാനിക്കാൻ. മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദം ചെയ്തെടുക്കൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ പീസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ കിസ്മിസ് ധാരാളമായി ചേർത്തിട്ടുള്ള കാരണം പൈനാപ്പിളിൻ്റെ ആവശ്യമില്ല. ഒരു അസലായിട്ടുള്ളൊരു ബിരിയാണി മസാല ആയിട്ടുണ്ട്. ഫൈനലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മസാല കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യാം. പിന്നെ അതേപോലെ ദം ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഹെൽത്തി വേർഷൻ ആയതുകൊണ്ട് നെയ്യ് ഒഴിക്കുന്നില്ല. പക്ഷേ കുട്ടികൾക്ക് ഞാൻ സെർവ് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. കാരണം ടേസ്റ്റ് കുറവൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. മസാല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനൊരു ദോശത്തവ എടുത്തിട്ടുണ്ട്. ദോശത്തവയുടെ മേലേക്ക് നമ്മുടെ ദം ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. അതിലോട്ട് സാധാരണ നമ്മൾ ദം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതിൽ നെയ്യൊക്കെ ഒഴിക്കും അല്ലേ. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ നെയ്യൊന്നും ഒഴിക്കുന്നില്ല. ആദ്യം തന്നെ നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറിൻ്റെ ഒരു ലെയർ താഴെ ഭാഗത്ത് ഇട്ട് കൊടുക്കാം. ഇത് ദം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ജസ്റ്റ് എല്ലാ മസാലയും ചോറും കൂടെ ഒന്ന് യോജിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഉദ്ദേശങ്ങളൊന്നും ഇല്ലേ. ഇതിപ്പോൾ ഇതൊരു 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. 8 പേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇരട്ടി എടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ലെയർ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലെയറിൽ നമ്മുടെ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതെല്ലാം കൂടെ അവസാനം മിക്സ് ചെയ്യും കേട്ടോ. ഒരു പുലാവ് പരുവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുക്കർ ബിരിയാണി പോലെ ഇരിക്കുക. കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ആ ചോറിനൊക്കെ നല്ല ടേസ്റ്റ് വരിക. ഇതേപോലെ ഒരു ലെയർ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കുക. അങ്ങനെ ലെയർ ചെയ്യുക കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഒന്നും തൂക്കി കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ ബിരിയാണി ചെയ്യുമ്പോൾ ഗരം മസാല തൂകാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ചും കൂടെ മല്ലിയിലയും പുതിനയിലയും കിസ്മിസും ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിത് ഇടുന്നൊന്നുമില്ല. കാരണം ഓൾറെഡി നമ്മൾ നിറയെ ഇട്ടിട്ടുണ്ട് മസാല ചെയ്യുമ്പോൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ. അപ്പോൾ ഒരു നുള്ള് മാത്രം ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. അടുത്ത ലെയർ മസാല. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചോറും മസാലയും കഴിയുന്നവരെ ഇതുപോലെ അങ്ങ് ലെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് നിങ്ങൾക്ക് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫൈനലായിട്ട് കുറച്ചും കൂടി ഗരം മസാല മുകളിൽ കൂടെ അങ്ങ് തൂക്കി കൊടുക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് ദം ചെയ്യാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കാൻ പോകുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മുടെ തവ ആദ്യം ചൂടാവും. അതിനുശേഷം മേലത്തെ ഭാഗം ചൂടായി ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന പരുവം മാത്രം മതി. അതല്ലാണ്ട് ഓവറായിട്ടൊന്നും ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വെക്കാൻ താല്പര്യമില്ലെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്താലും മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് ദം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യാണ്ട് എടുക്കുക കേട്ടോ. പക്ഷേ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മാറ്റി വെച്ചിട്ട് കുട്ടികൾക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് അട്രാക്റ്റീവായിട്ട് കൊടുക്കുക. പക്ഷെ നമ്മൾ ഹെൽത്ത് നോക്കുന്ന ആൾക്കാർ നെയ്യൊന്നും ചേർക്കാണ്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കച്ചമ്പർ, അതായത് തൈര് സാലഡും പിന്നെ നമ്മുടെ ഡേറ്റ്സ് ലെമൺ പിക്കിളും കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ കഴിക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ സാലഡും അച്ചാറും ഉണ്ടെങ്കിൽ കുശാലായിട്ടുണ്ട്. ഓക്കെ, ഇത് മതി. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഫൈനലായിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കുക. കൊള്ളാട്ടോ. ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും ആരും പറയില്ല. പിന്നെ പലരും എന്നോട് ചോദിക്കുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയിൽ ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ശരിയാക്കുക എന്നുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. ഉപ്പ് വെള്ളം റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് തളിച്ച് കൊടുത്തിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. അതല്ലാതെ ഉപ്പ് തന്നെ മൊത്തത്തിൽ ഉപ്പായിട്ട് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഉപ്പ് ശരിക്കും പിടിക്കില്ല. ഉപ്പ് വെള്ളമായിട്ട് ചേർക്കുമ്പോഴാണ് കറക്റ്റ് അരിയിലൊക്കെ പിടിക്കുള്ളൂ, ചോറിൽ പിടിക്കുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഒഴിക്കാൻ പാടില്ല. എപ്പോഴും കുറച്ച് ഒഴിച്ച് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബിരിയാണിയിൽ ഉപ്പ് കുറയുന്ന ഒരു പ്രശ്നം വരികയില്ല. നിങ്ങളത്
അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരി വെച്ചിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. അങ്ങനെ വീണി ചേച്ചിനെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. What does it do? Oh no. Oh my god. Sky. Atu, what's happening? Oh my god. The sky's falling! Sky's falling, my god. Skies are falling, you're falling.